ഇന്ന് നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഹൈ ഹീൽസ് യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലോ? അതെ, പണ്ട് കാലത്ത് ഈ ഹോഴ്സ് റൈഡ് ചെയ്തിരുന്ന പുരുഷന്മാർക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഈ ഹൈ ഹീൽസ് ഡിസൈൻ ചെയ്ത് എടുത്തിരുന്നത്. മാത്രവുമല്ല, ഈ ഹൈ ഹീൽസിനെ ഈ പുരുഷന്മാർ അവരുടെ സ്റ്റാറ്റസും സ്റ്റൈലും ഹൈലൈറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അത് സ്ത്രീകൾ കൂടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൂടുതലും അത് ഉപയോഗിക്കുന്നത് സ്ത്രീകളാണല്ലേ. ഇതുപോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങൾക്ക് പിന്നാലെയും നമ്മൾ ഒരിക്കലും അറിയാത്ത കഥകളുണ്ട്. വരൂ, ഇന്ന് നമുക്ക് ആ കഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് അശ്വതി. വെൽക്കം ബാക്ക് ടു ദ അൺനോൺ ഫയൽസ്. ന്യൂയോർക്കിലെ ഒരു ടീ മെർച്ചൻ്റ് ആയിരുന്നു തോമസ് സ്ലേവിയൻ. ഒരു ദിവസം തൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ചായപ്പൊടിയുടെ സാമ്പിള് ഒരു കോട്ടൺ പൗച്ചിൽ പൊതിഞ്ഞ് സ്ലേവിയൻ തൻ്റെ ഒരു കസ്റ്റമർക്ക് നൽകി. ആ കസ്റ്റമർ ആണെങ്കിലോ ആ പൗച്ചിനെ നേരെ അങ്ങോട്ട് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടീ ബാഗ്സ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ടീ ബാഗ്സ് ഒരു ആക്സിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്. പക്ഷേ അത് നമ്മൾ ഈ ടീ ലവേഴ്സിന് ശരിക്കും ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നമുക്ക് ആവശ്യമുള്ള കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. മാത്രവുമല്ല, ഈ ട്രെയിനിലെല്ലാം റെക്കോർഡ് വേഗത്തിലാണ് ഈ ചായ സെർവ് ചെയ്യുന്നത്. അത് ഈ ടീ ബാഗ്സ് ഉള്ളത് കൊണ്ടാണെന്ന് കൂടി പറയാം. നമ്മളുടെ അടുക്കളയിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലെല്ലാം മെയിൻ മെമ്പറായ ഈ സ്പൂൺ ഉണ്ടല്ലോ, അത് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ അന്ന് കാലത്ത് ഈ മരം കൊണ്ടും അതുപോലെ തന്നെ മൃഗങ്ങളുടെ എല്ലും കൊമ്പും എല്ലാം കൊണ്ടുമായിരുന്നു ഈ സ്പൂണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് കാലത്ത് ഓരോരുത്തർക്കും അവരവരുടെ പേരെഴുതിയ സ്പൂണ് പോലും ഉണ്ടായിരുന്നു. സ്പൂൺ അത്രയ്ക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇന്ന് നമ്മുടെ കർച്ചീഫ് പോലെ നമ്മൾ നമ്മുടെ കർച്ചീഫിനെ ആർക്കും ഷെയർ ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെയാണ് സ്പൂണും അന്ന് കാലത്ത് ആരും ഷെയർ ചെയ്യില്ലായിരുന്നു. ഒരു വിരുന്ന് സൽക്കാരത്തിന് പോവുകയാണെങ്കിൽ കൂടി എല്ലാവരും അവരവരുടെ സ്പൂണ് കയ്യിൽ കരുതുമായിരുന്നു. എന്താല്ലേ, ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ സ്പൂണ് കയ്യിൽ കൊണ്ടുപോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ഓർക്കാൻ കൂടി വയ്യ. ഇന്ന് നമ്മളിൽ പലരും എണീക്കുന്നത് തന്നെ ഈ അലാമിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അല്ലേ. ഞാനൊക്കെ 6 മണിക്ക് അലാം വെച്ചിട്ട് 7 മണി വരെ അതിനെ ഇങ്ങനെ സ്നൂസ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് 7 മണിക്കാണ് എണീക്കുന്നത് തന്നെ. എന്നാൽ ഈ അലാം ക്ലോക്ക് ഉണ്ടാവുന്നതിന് മുന്നേ ആളുകൾ എങ്ങനെയായിരിക്കും എണീറ്റിട്ടുണ്ടാവുക? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അക്കാലത്ത് അതിനുവേണ്ടി ആൾക്കാർ ജോലിക്ക് നിർത്തുമായിരുന്നു. അവരെ നോക്കർ അപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ നോക്കർ അപ്പേഴ്സ് സമയമാകുമ്പോൾ ഓരോ വീടിന് മുന്നിൽ വന്ന് അവരുടെ കതവിനെ ശക്തിയായി തട്ടുമായിരുന്നു, ആ വീട്ടിലുള്ളവർ എണീക്കുന്നത് വരെ. എന്നാൽ ഈ നോക്കർ അപ്പേഴ്സിനെ ആരാണ് എണീപ്പിക്കുക എന്നുള്ളതിൽ ഇന്ന് വരെയും ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നീട് അലാം ക്ലോക്ക് ഉണ്ടായെങ്കിലും ആ അലാം ക്ലോക്കിനെ ഒരു സമയത്തേക്ക് മാത്രമേ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് 6 മണിക്ക് ഇപ്പോൾ എണീക്കണം എന്നുണ്ടെങ്കിൽ 6 മണിയുടെ ഒരു അലാം ക്ലോക്ക് നമ്മൾ മേടിക്കണം. ഇനി 5 മണിക്ക് എണീക്കണമെങ്കിലോ 5 മണിയുടെ വേറൊരു അലാം ക്ലോക്ക് നമ്മൾ മേടിക്കണം. എന്താല്ലേ, ഇപ്പം നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് മൊബൈലുണ്ട്, മൊബൈലിൽ നമുക്ക് അലാം സെറ്റ് ചെയ്യാം. ആ അലാം അടിച്ചാലും നമ്മൾ എണീക്കില്ല. നമ്മൾ സ്നൂസ് ചെയ്ത് ഒരു 7-7:30 വരെയൊക്കെ ആക്കിയിട്ട് എന്നെപ്പോലെ എണീക്കുന്ന പല ആൾക്കാരും ഉണ്ടാവും. നമ്മുടെ കുടയുണ്ടല്ലോ, ഈ മഴയൊക്കെ വരുന്ന സമയത്ത്, മഴക്കാറ് കാണുന്ന സമയത്ത് മാത്രം പുറത്തെടുക്കുന്ന ഈ കുട, ഇത് യഥാർത്ഥത്തിൽ മഴ കാരണം കണ്ടുപിടിച്ചൊരു സാധനമല്ല. പകരം വെയിലിൽ നിന്നും രക്ഷ നേടാനായി പണ്ട് കാലത്ത് കണ്ടുപിടിച്ചതാണ് ഈ കുട. അതും രാജകുടുംബത്തിലുള്ള ആളുകൾ മാത്രമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. ഇത് പിടിക്കാനായി മാത്രം ജോലിക്കാരെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ നേരെ തിരിച്ചാണ്. അവിടെ കുട ഉപയോഗിച്ചിരുന്നത് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യുദ്ധം ചെയ്യുമ്പോൾ ഒരു ആയുധം എന്ന നിലയിലായിരുന്നു ഈ കുട ഉപയോഗിച്ചിട്ടായിരുന്നത്. എന്തായാലും നമ്മളിന്ന് മഴയൊക്കെ വരുന്ന സമയത്ത് കുട പിടിക്കുമ്പോൾ അത് ചൈനക്കാരുടെ ഒരു ആയുധമായിരുന്നു എന്ന് പറഞ്ഞാലോ. പക്ഷെ കാലക്രമേണ ഈ കുടയുടെ യഥാർത്ഥ ഉപയോഗം ആ കുടനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് യഥാർത്ഥ ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് മഴ നനയാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനും. ഇതുപോലെ അൺനോൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് അറിയാനായി ദ അൺനോൺ ഫയൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൽ ഏത് കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. ഓക്കെ, ബൈ.